ഹായ് ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പെഡഗോഗിക് അനാലിസിസ് ആൻഡ് കണ്ടന്റ് അനാലിസിസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ എന്താണ് പെഡഗോഗിക് അനാലിസിസ് എന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ദി അനാലിസിസ് ഓഫ് എ ഗിവൺ കണ്ടന്റ് മെറ്റീരിയൽ ഇൻ ദി സ്പിരിറ്റ് ഓഫ് സയൻസ് ഓഫ് ടീച്ചിങ്. പെഡഗോഗിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സയൻസ് ഓഫ് ടീച്ചിങ്ങിനെയാണെന്ന് പറയുന്നത് പെഡഗോഗിക് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെ ഒരു സബ്ജക്റ്റ് നമ്മൾ എടുക്കണം, ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തെടുക്കണം, ഏത് രീതിയിൽ എടുക്കണം, ഏത് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി യൂസ് ചെയ്യണം, ഏത് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യണം, അതായത് എങ്ങനെയും ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് നമ്മൾ നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പെഡഗോഗിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് കണ്ടന്റ് അനാലിസിസ് എന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് അപ്പ് ദി സബ്ജക്റ്റ് മാറ്റർ ഇൻ ടു ടേംസ്, ഫാക്ട്സ് ആൻഡ് ദി കോൺസെപ്റ്റ്സ്. അതായത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ, ഒരു ടോപ്പിക്കിൻ്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേമോ കൺസെപ്റ്റോ ഒരു ഫാക്റ്റോ പഠിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് കണ്ടന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പെഡഗോഗിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് ഓഫ് ടീച്ചിങ് ആണ്. കണ്ടന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്ജക്റ്റ് മാറ്ററിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ് ആണ്. അതായത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ, ഒരു ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ് ആണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റും അതിൻ്റെ ഫീച്ചേഴ്സുമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കണ്ടന്റ് അനാലിസിസിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും? എന്താണ് മാനേജ്മെൻറ്റ്, എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കും. അതാണ് കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ആ ഒരു കണ്ടന്റിൻ്റെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ് കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. പെഡഗോഗിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിലെ മാനേജ്മെൻറ്റും അതിൻ്റെ ഫീച്ചേഴ്സും അതെങ്ങനെയൊക്കെ പഠിപ്പിക്കാം, ഏതൊക്കെ രീതിയിൽ പഠിപ്പിക്കാം, ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പഠിപ്പിക്കാം, ഏതൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്ത് പഠിപ്പിക്കാം, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്ന പെഡഗോഗിക് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പെഡഗോഗി ഒരു എന്താണ്, എങ്ങനെ ഒരു സബ്ജക്റ്റ് മാറ്റർ പഠിപ്പിക്കണം എന്നുള്ളതിൻ്റെ അനാലിസിസ് ആണ് എന്തെന്ന് പറയുന്നത് പെഡഗോഗിക് അനാലിസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, പെഡഗോഗിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ അതൊരു ബ്രോഡ് കൺസെപ്റ്റാണ്. കണ്ടന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു നാരോ കൺസെപ്റ്റാണ്. പെഡഗോഗിക്കൽ അനാലിസിസ് ഒരു ബ്രോഡ് കൺസെപ്റ്റും കണ്ടന്റ് അനാലിസിസ് ഒരു നാരോ കൺസെപ്റ്റുമാണ്. ഇനി മറ്റു ഡിഫറൻസ് നോക്കാം. പെഡഗോഗിക് അനാലിസിസ് it includes the content analysis, determination of objectives, input, strategies, method of teaching, learning experience, evaluation, etc. അതായത് പെഡഗോഗിക്കൽ അനാലിസിസിനകത്ത് എന്തൊക്കെ വരുമെന്ന് ചോദിച്ചാൽ കണ്ടന്റ് അനാലിസിസ് അത് പെഡഗോഗിക്കൽ അനാലിസിസിൽ വരുന്ന ഒരു കാര്യമാണ്. ഏത് രീതിയിൽ പഠിപ്പിക്കണം, എന്ത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്, അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ്, ഏതൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് പഠിപ്പിക്കണം, ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്ത് ടീച്ചിങ് നടത്തണം, എങ്ങനെയൊക്കെ ടീച്ചിങ് ലേണിംഗ് എഫക്റ്റീവ് ആക്കാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നതാണെന്ന് പറയുന്നത് പെഡഗോഗിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. പക്ഷേ കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിനുള്ളിൽ വരുന്നത് ഇറ്റ് ഇൻക്ലൂഡ് ദി നോളജ് ഓഫ് എ കൺസെപ്റ്റ്, തിയറീസ്, എവിഡൻസ്, കോൺസെപ്റ്റ് ഓഫ് എ പർട്ടിക്കുലർ സബ്ജക്റ്റ്. അതായത് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന തിയറീസിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അതെങ്ങനെയൊക്കെയാണ് തിയറീസ് വന്ന അതിൻ്റെ എവിഡൻസ് ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്? കണ്ടന്റ് അനാലിസിസിൽ വരുന്നത്. നേരത്തെ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ കേസിൽ പറഞ്ഞു പോട്ടെ, മാനേജ്മെൻറ്റിൻ്റെ മീനിങ്ങും ഫീച്ചേഴ്സും വരുന്ന ഏതിനകത്താണ്? കണ്ടന്റ് അനാലിസിസിലാണ്. പക്ഷേ ആ കണ്ടന്റ് അനാലിസിസ് പറഞ്ഞിരിക്കുന്ന മീനിങ്ങും ഫീച്ചേഴ്സും ഏതൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് നമുക്ക് പഠിപ്പിക്കാം, ഏതൊക്കെ മെത്തേഡ് ഓഫ് ടീച്ചിങ് നമുക്ക് യൂസ് ചെയ്യാം, എന്ത് ഒബ്ജക്റ്റീവാണ് അത് പഠിക്കുന്നത് വഴി കുട്ടി നേടിയെടുക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് ഏതാണ്? ഇൻക്ലൂഡിങ് കണ്ടന്റ് അനാലിസിസ് ഓൾസോ. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന ഏതിനകത്താണ്? പെഡഗോഗിക്കൽ അനാലിസിസിലാണ്. അതാണ് മൂന്നാമത്തെ ഡിഫറൻസ്. ഇനി അടുത്ത ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. Content analysis describe the process of breaking up the topic given in a curriculum into their component part. അതായത് കരിക്കുലത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ, കരിക്കുലത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് പറയുന്നത് കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. പക്ഷേ പെഡഗോഗിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം. ശരിക്കും ഒരു പ്ലാറ്റ്ഫോമാണ്. കരിക്കുലർ അനാലിസിസിനുള്ള ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ കരിക്കുലം ട്രാൻസാക്ഷനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് പറയുന്നത്
പെഡഗോഗിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ തന്നെ വരുന്ന ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. പെഡഗോഗിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു പെഡഗോഗ്, അതായത് ഒരു ടീച്ചർ ചെയ്യുന്ന അനാലിസിസ് ആണ്. അതെന്തായിരിക്കും അപ്പോൾ ഹൈലി കോംപ്ലക്സ്ഡ് ആയിരിക്കും. കാര്യം എന്താണ്, ഒരു കരിക്കുലത്തിൻ്റെ ഡീപ്പർ അനാലിസിസ് ആണ് എന്തെന്ന് പറയുന്നത് പെഡഗോഗിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വരും. കാര്യം ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എത്രത്തോളം എഫക്റ്റീവ് ആക്കാമോ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ വരും. അതുകൊണ്ട് എന്താണ്, ഇറ്റ് ഹൈലി കോംപ്ലക്സ് ആണ്. പെഡഗോഗിക്കൽ അനാലിസിസ് കോംപ്ലക്സ് ആണെങ്കിൽ കണ്ടന്റ് അനാലിസിസ് എന്തായിരിക്കും? കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്, പെഡഗോഗിക് അനാലിസിസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത് കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ലെസൺ പ്ലാൻ എഴുതുമ്പോഴും നമ്മൾ ഫസ്റ്റ് എഴുതുന്നത് എന്താണ്, കണ്ടന്റ് അനാലിസിസ് അല്ലേ. ഇറ്റ് ഈസ് ദി പാർട്ട് ഓഫ് എ സിസ്റ്റം. കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു പാർട്ടാണ്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് എന്തെന്ന് പറയുന്ന കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 എണ്ണമാണ് എന്തെന്ന് പറയുന്നത് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പെഡഗോഗിക്കൽ അനാലിസിസ് ആൻഡ് കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. പെഡഗോഗിക്കൽ അനാലിസിസ് ഒരു സയൻസ് ഓഫ് ടീച്ചിങ് ആണെങ്കിൽ കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് മാറ്റർ ആണ്. ഇത്രയേ ഉള്ളൂ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. താങ്ക് യു.